മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മളിന്ന് സംസാരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ കാര്യം. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ അല്ലെങ്കിൽ നേരത്തെ ഒരു കമൻറ്റ് ചെയ്തിരുന്നു, ഡിഫൻസ് മേഖലയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കിനെ നമുക്കൊന്ന് പറയാൻ പറ്റുമെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇൻ ഇന്ത്യ ബേസ്ഡ് കമ്പനി വിച്ച് ദ മാനുഫാക്ചർ സപ്ലൈസ് ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് സിസ്റ്റംസ് ഫോർ ഡിഫൻസ് സെക്ടർ. ഡിഫൻസ് സെക്ടറിലേക്ക് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിന് വേണ്ടിയിട്ട് കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്ന ഒരു കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ 306 രൂപ 20 പൈസയാണ്. ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത ഒരു ഫോം ചെയ്യുന്ന ഒരു രൂപത്തിലാണ് ചാർട്ട് കാണുന്നത്. 307 രൂപ 90 പൈസ എന്ന ആ ഒരു ഫിഗറിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. ക്ലോസിംഗ് ആയി വന്നിട്ടുള്ളത് 306.20 ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ടുഡേ ലോ അഥവാ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അവസാനിക്കുന്നത് മെയ് 2024 മെയ് 28 ക്ലോസ് ചെയ്യുന്നത് നല്ലൊരു രൂപക്ക് അഥവാ 306.20 ആ ദിവസം തന്നെ അഥവാ ഇന്നലെ ഒറ്റ ദിവസം 309.90 എന്ന് പറയുന്ന ആ ഒരു ഫിഗറിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ 1 ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 120.70 വരെ ലോ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഹൈ നോക്കുകയാണെങ്കിൽ 323 വരെ പോയിട്ടുണ്ട്. ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ സാധ്യതയും നല്ലൊരു ഹൈ പവറിലേക്ക് വരാനുള്ള അഥവാ ബജറ്റിന് മുമ്പായിട്ട് ബജറ്റിന് എന്തായാലും നല്ല രീതിക്കുള്ള ഒരു ഫണ്ട് നീക്കി വെക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ആ ലെവലിലൊക്കെ എന്തെങ്കിലും പുതുതായിട്ട് അപ്ഡേഷൻ വരികയാണെങ്കിൽ ഈ ഒരു കമ്പനിക്കെല്ലാം കൂടുതൽ ഗുണം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ 323 to 323 വരെയാണ് ഹൈ പോയിട്ടുള്ളത്. അതിൻ്റെ മാർക്കറ്റ് ഡെപ്ത് നമ്മൾ തൽക്കാലം നോക്കുന്നില്ല. അതേപോലെ തന്നെ അനലിസ്റ്റ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ 86% നമ്മൾ ബൈ റെക്കമെൻഡേഷൻ ആണുള്ളത്. ഹോൾഡിങ് 5%, സെൽ 10%. 21 അനലിസ്റ്റാണ് ഈ ഒരു സമ്മറി തന്നിട്ടുള്ളത്. 86% നമ്മളെ സംബന്ധിച്ചിടത്തോളം വാങ്ങി വെക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വാങ്ങി വെക്കണോ അല്ല വിൽക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ ഇതൊരു അപ്ഡേഷൻ വീഡിയോ ആണ്. ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2,23,825 crore. പി റേഷ്യോ ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 56.18. പി ബി റേഷ്യോ നോക്കുകയാണെങ്കിൽ 13.71. ഇൻഡസ്ട്രി പി റേഷ്യോ നോക്കുകയാണെങ്കിൽ 56.48% കാണിക്കുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0 ആണ്. ROE റിട്ടേൺ ഓഫ് ഇക്വിറ്റീസ് എന്ന് പറയും 24.41%. EPS CTM ബേസ് ചെയ്തിട്ട് 5.45. ഡിവിഡൻഡ് ഈൽഡ് 0.95%. ബുക്ക് വാല്യൂ 22.34 ഫേസ് വാല്യൂ 1 rupees വരുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ 1 ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു ഗ്രോത്ത് കമ്പനി കാണിക്കുന്നുണ്ട്. 2019 to 2023 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 12,237 കോടി രൂപയുടെ ഒരു റവന്യൂ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് 2019. അത് 2020 വരുമ്പം അതൊരു കുറച്ചുകൂടി ഇൻക്രീസ് നടന്നിട്ടുണ്ട്. 13,067 കോടിയിലേക്കും 2021 വരും 14,234 കോടിയുടെയും ആ ഒരു ഇൻക്രിമെൻറ്റ് അഥവാ നല്ല രീതിക്കുള്ള ഗ്രോത്ത് എന്ന ഒരു സ്റ്റാർട്ടാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ കൂടെ 2022 വരുമ്പം 15,600 കോടിയുടെ റവന്യൂ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. 2023 വരുമ്പോൾ 18,015 കോടി രൂപയുടേതാണ് ഈ ഒരു വാല്യൂ നമുക്ക് റവന്യൂ ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ അതുകൂടി ഒരു മെച്ചൂരിറ്റി ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയെന്നുള്ളത് നോക്കാം. അതും ഇതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഗ്രോത്തിങ് കാണിക്കുന്നത്. പറ്റാവുന്ന ആളുകൾ ഒന്നുകൂടി അനലൈസ് ചെയ്യണം. 2019 1848 കോടിയിൽ നിന്ന് 2020 വരുമ്പോൾ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. 1793 കോടിയാണ്. 2021 വരുമ്പം അതെല്ലാം മറികടന്നിട്ടുള്ള നല്ല ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പ്രോഫിറ്റിൻ്റെ ഒരു കാര്യം പരിഗണിക്കുമ്പം 2,669 crore ആണ് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പം 2022 2,354,000 crore അവിടെ ഒരു നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവസാനം ലാസ്റ്റ് ഇയർ ആയിട്ടുള്ള 2023 ഇയർ എൻഡ് ആകുമ്പോൾ മാർച്ച് മാസത്തിൽ 2,040 crore ആണ്
പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അത് കാണുമ്പോൾ ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. താഴേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇൻക്രിമെൻ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ശതമാനം റവന്യൂയുടെ ചാർട്ട് പോലെ തന്നെ കാണിക്കുന്നുണ്ട്. നെറ്റ്വർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതേപോലെ തന്നെയാണുള്ളത്, യാതൊരു മാറ്റവും കാണുന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ലെഗ്സുകളും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അഥവാ 2019 9,225 ക്രോറാണെങ്കിൽ 2020 വരുമ്പം 10,086 എന്താ ഇത്ര സ്പീഡ് പറയുന്നത് വെച്ചാൽ വീഡിയോ വല്ലാതെ ലോങ് ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് 2021 വരുമ്പോൾ 11,075 ക്രോറ് നെറ്റ് വർത്ത് കമ്പനിക്കുണ്ട്. അത് 2022 23 വരുമ്പം 1 by 1 ആയിട്ട് അത് കയറിയിട്ടുണ്ട് എന്നല്ലാതെ കുറവിലേക്ക് പോയിട്ടില്ല. 12,302 കോടിയും 2023 ലാസ്റ്റ് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 13,879 ക്രോറുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല പ്രതീക്ഷ നൽകുന്ന, ഹോപ്പ് നൽകുന്ന ഒരു കമ്പനിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഭാരത് പെട്രോളിയം ഭാരത് ഇലക്ട്രോണിക്സ് നമുക്കറിയാം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ആരുടെയൊക്കെ കയ്യിൽ ഹോൾഡിംഗ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 51.14% കയ്യിലുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലാണ് 18.06% ഉണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണെങ്കിൽ 17.56% അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം നല്ല ഒരു മെച്ചോറിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഹോപ്പ് തരുന്ന ഒരു കമ്പനിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ടോപ്പായിട്ട് നമുക്ക് പറയാനുള്ളത് എല്ലാം റവന്യൂ ആകട്ടെ, പ്രോഫിറ്റ് ആകട്ടെ, നെറ്റ്വർത്ത് ആകട്ടെ, എല്ലാം അത് നല്ല രീതിക്ക് ആയിട്ടുള്ളൊരു അച്ചടക്കത്തോടുള്ളൊരു വികസനമാണ് ഈ കമ്പനി കാണിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് കൂടുതൽ പറയാനുള്ളത് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബജറ്റ് വരാൻ പോകുന്നുണ്ട്. ബജറ്റിൻ്റെ കൂടെ എന്തെങ്കിലും കൂടുതൽ സാധ്യതകൾ ബെല്ലിന് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി പറക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പം നിലവിൽ 1 ഇയറിൻ്റെ ആ ഒരു ചാർട്ട് എടുത്ത് നോക്കുമ്പം 323 323 വരെയാണ് ഈ ഹൈ പോയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും 309 രൂപയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഈ 323 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇവിടെ കട്ടാകുകയാണെങ്കിൽ 1 ഇയർ റെസിസ്റ്റൻസ് ബ്രേക്ക് ആകുകയാണെങ്കിൽ ഒരു ഫ്ലൈയിങ് കാണാൻ പറ്റും. അതിൽ സംശയമില്ല. പക്ഷേ നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാതെ ചെയ്യരുത്. കാരണം ഇതൊക്കെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. ഏതായിരുന്നാലും ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങൾ പറയുക അഭിപ്രായങ്ങൾ. പിന്നെ കൂടുതൽ പറയാനുള്ളത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. പെർഫോമൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറെ മറുകണ്ടം നമ്മളൊന്ന് ആലോചിക്കാറുണ്ട്. ഇത് നല്ലൊരു രീതിക്ക് മുന്നോട്ട് പോകുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കോൾ ഓപ്ഷൻ ആരും എടുത്തു വെക്കേണ്ടതില്ല. കോൾ ഓപ്ഷൻ്റെ കാര്യം എന്ന് പറയുന്നത് ബെല്ലിൻ്റെ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടിയും പതുക്കെ പോകുന്ന രീതിയാണ് ഉണ്ടാകുക. അനുഭവിച്ച ആളുകൾക്കേ അറിയുള്ളൂ അതിൻ്റെ രസങ്ങൾ. കാരണം കോൾ ഓപ്ഷൻ ചെറിയ സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറിപ്പോവുകയും ഇതിൻ്റെ പ്രീമിയം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പ്രീമിയം കുറച്ച് മെല്ലെ വളരെ സ്ലോ മോഷനിൽ കയറിപ്പോവുകയും ചെയ്യും. അവസാനം നമ്മുടെ ഡേറ്റ് എത്തും, അവിടെ നിന്ന് ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് ഇത്ര ലെവലുള്ളൂ, 302 306 307 ആ ലെവലിൽ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ലോങ് ടൈം നമ്മൾ കാണണം. ഞാനിത് റെക്കമെൻഡ് ചെയ്യല്ല. ഒരു 5 വർഷത്തേക്കൊക്കെ ആവശ്യമില്ലാത്തൊരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണെന്നുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ പറയാം. ഇത് റെക്കമെൻഡ് അല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ അർഹതപ്പെട്ട ആളുമല്ല എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. 1 by 1 നമ്മുടെ ലീഗൽ സൈഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓക്കെ, എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ കാണാം. ഇത് നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു, നമുക്ക് ഡിഫൻസ് മേഖലയിൽ കുറച്ചുകൂടി മെച്യൂരിറ്റി ആയിട്ടുള്ള ഹോപ്പ് തരുന്ന ഒരു കമ്പനിയുടെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വിഷ് ഓൾ ദി ബെസ്റ്റ്.